ഭാരതത്തിലെ വ്യക്തികൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു തത്വചിന്ത, ഒരു ഫിലോസോഫിയാണ്, ഒരു ഫിലോസോഫിക്കൽ വേൾഡ് വ്യൂ ആണ് അദ്വൈത വേദാന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ അദ്വൈത വേദാന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചവും ദൈവവും, സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ ആണ്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ആ സൃഷ്ടാവിൻ്റെ വേറൊരു രൂപമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ബ്രാഹ്മൺ എന്നുള്ള പേരാണ് അവർ അതിൻ്റെ ബേസിക് സബ്സ്റ്റൻസിന് കൊടുക്കുന്നത്. അതിൻ്റെ എമനേഷൻ അഥവാ അതിൻ്റെ ചില രൂപങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന രൂപങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതിനെയാണ് അവർ മായ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ബ്രാഹ്മണും മായയും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ആ ബ്രാഹ്മണൻ്റെ ഒരു എന്തായാലും പറയുക, അതിൻ്റെ ഒരു രൂപമാണ് മായ എന്ന് പറയുന്നത്. മായ ഒരു തോന്നൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ അദ്വൈതയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് വിഷ്ണുവിൻ്റെ സ്വപ്നമാണ്, മഹാവിഷ്ണുവിൻ്റെ സ്വപ്നമാണ് ഈ മുഴുവൻ പ്രപഞ്ചവും, ഇതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വപ്ന ലോകത്തിലാണ് വാസ്തവത്തിലായിരിക്കുന്നത്. നിങ്ങൾ, ഞാൻ, ഈ ബിൽഡിംഗ്, ഈ റോഡ്, വാഹനങ്ങൾ, ഇതൊന്നും ഒരു റിയാലിറ്റി അല്ല. ഇതെല്ലാം ഒരു തോന്നൽ മാത്രമാണ്. ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് സത്യം. അതാണ് എല്ലാത്തിൻ്റെയും സോഴ്സ്. അത് എല്ലാവരിലും സെയിമാണ്. അതിനെയാണ് അവർ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ ആത്മാവ്, നമുക്ക് കാണാൻ കഴിയാത്ത ജീവനുള്ള നമ്മുടെ അകത്തെ മനുഷ്യൻ ആകുന്ന ആത്മാവ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മുടെ ആത്മാവും ബ്രഹ്മനും ഒരേ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിന് വേണമെങ്കിൽ ഈ ബ്രഹ്മനോട് ചേരാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബാഹ്യമായ ലോകം, നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ ഈ ജീവിതം, ഇതെല്ലാം മായയാണ്, ഇതെല്ലാം മിഥ്യയാണ്. ഇതൊന്നും വാസ്തവത്തിലുള്ള സംഗതിയല്ല. അപ്പോൾ നമ്മുടെ ആ ആത്മാവും ബ്രഹ്മനും കൂടെ ചേരുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് അവർ മോക്ഷം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് സാക്ഷാത്കാരം പ്രാപിക്കുക എന്ന് വെച്ചാൽ താൻ ആത്മാവാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് ആ വ്യക്തി വന്നു കഴിയുമ്പോൾ ആ വ്യക്തി ഈ ബ്രഹ്മനുമായിട്ട് ലയിച്ച് ചേർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവൻ്റെ വ്യക്തിത്വമില്ല. അപ്പോൾ ഒരു വലിയ കടൽ, ആ കടലിനകത്ത് ഒരു തുള്ളി വെള്ളം, അത് ഏത് രീതിയിലാണോ ലയിച്ച് ചേരുന്നത് അതേമാതിരി ആ വ്യക്തി ബ്രഹ്മനിലേക്ക് ലയിച്ച് ചേരും എന്നാണ് പറയുന്നത്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അവസ്ഥ. ഞാനും ബ്രഹ്മനും ഒന്ന് തന്നെയാണ്. അതാണ് എല്ലാവരുടെയും യാഥാർത്ഥ്യം, എല്ലാവരുടെയും യഥാർത്ഥ അവസ്ഥ എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ നമുക്കത് അറിഞ്ഞുകൂടാ. നമ്മൾക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവെയർനെസ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിന് പ്രാധാന്യത കൊടുക്കുന്നതും ഈ ലോകത്തിലെ നന്മകൾക്കും തിന്മകൾക്കും, ശരി തെറ്റ്, ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു അവസ്ഥയെത്തിയ ആൾക്കാർക്ക് ശരിയില്ല, തെറ്റില്ല, നന്മയില്ല, തിന്മയില്ല, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്വപ്ന ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാതിരിയാണ്. അതെല്ലാം വെറും ഒരു മായാജാലമാണ്, ഒരു ഇല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിന് അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവവുമായിട്ട് ചേരാനായിട്ട് സാധിക്കും, അവർക്ക് ദൈവമാകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്ത അവരുടെ അകത്തുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അംശമാണ് എന്നൊക്കെ അവർ പറഞ്ഞാലും വാസ്തവത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ബ്രഹ്മനുമായിട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്നല്ല വിളിക്കുന്നത്,
ഞാൻ എന്ന് പറയുന്ന ആ ബ്രഹ്മനാണ്, അവൻ്റെ ഐഡൻറ്റിറ്റിയിലാണ്, അവൻ്റെ ഐഡൻറ്റിറ്റി നിന്നുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഞാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അദ്വൈത വേദാന്തയുടെ അവസാനത്തിൻ്റെ ഭാഗങ്ങളാണ്, വേദയുടെ അവസാനത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ വേദാന്ത എന്ന് പറയുന്നത്, വേദങ്ങളുടെ അന്ത്യം. അവിടെയാണ് ഈ അദ്വൈത ഫിലോസഫിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അദ്വൈതൻ്റെ ഫ്രെയിം വർക്ക് തന്നെയാണ് ഭഗവത്ഗീതയുള്ളത്. അപ്പോൾ ആ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥ, മീ എന്ന് പറയുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക്, ആ വലിയ മീ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവത്തെ പോലെയായി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ പിന്നെ ആൾ ദൈവങ്ങളാക്കി അവരെ പൂജിക്കാനും അവരെ ആരാധിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തി, ഞാനൊരു അവസ്ഥയിലേക്ക് എത്തി, ഞാനും ദൈവം ഒന്നാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ളവർ ചില മാജിക്കുകളും മിറക്കിളും ഒക്കെ കാണിച്ച് പല ആളുകളെയും അവരുടെ ശിഷ്യന്മാരാക്കുകയും പിന്നീട് അവരുടെ അനുഗ്രഹം തേടി മറ്റുള്ളവർ അവരുടെ അടുക്കിലേക്ക് പോവുകയും അവർ മുഖാന്തിരം ഈ ജ്ഞാനം അവർക്കും പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവരൊക്കെ ഇവരുടെ ശിഷ്യന്മാരും ഒക്കെ ആയിത്തീരുന്നതും നമുക്ക് ഭാരതത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പല കപട ഗുരുക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. ചില വളരെ മോശമായിട്ടുള്ള കേസുകളിൽ അവർ കുടുങ്ങിയിട്ടുമുണ്ട്. ഞാൻ അവരെ പറ്റി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രെയിം വർക്ക്, ഈ അദ്വൈത എന്ന് പറയുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് എത്രത്തോളം ശരിയാണ് നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുമായിട്ടുള്ള ബന്ധത്തിൽ, ലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വേറൊരു സംഗതിയാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അദ്വൈതവും ജാതിയും തമ്മിൽ എന്താ ബന്ധം? വാസ്തവത്തിൽ ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനത്തിൽ കിടക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു തിരിച്ചറിവാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജീവിയും, അതിപ്പോൾ മൃഗങ്ങൾ, ഇപ്പം നമ്മൾ ഉറുമ്പാണെങ്കിലും പാമ്പാണെങ്കിലും ആനയാണെങ്കിലും ഇവരിൽ എല്ലാവരിലും ഈ ബ്രഹ്മൻ തന്നെയാണ് ഇറങ്ങുന്നത്. ഈ ബ്രഹ്മൻ്റെ തന്നെ പ്രതിരൂപങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ആ ഓരോ ജീവിയും അവരെക്കുറിച്ചുള്ള അവരുടെ തിരിച്ചറിവ്, അവർ ബ്രഹ്മനാണ് എന്നുള്ള ആ തിരിച്ചറിവ് അവർക്ക് വളരെ ചെറിയൊരു ലെവലിലാണ് ഉള്ളത്. അവർക്ക് ആ പൂർണ്ണ തിരിച്ചറിവ്, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ഞാൻ ദൈവമാണ്, ഞാനും ദൈവം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരാരും എത്തിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ജീവി മനുഷ്യനായി ജനിക്കണം. അപ്പം ഇങ്ങനെ കുറേ എന്താ പറയുന്നത്, ഈ മൃഗങ്ങളുടെ പല, നമ്മളിപ്പോൾ ഉറുമ്പുണ്ട്, പിന്നെ റെപ്റ്റൈൽസ് ഉണ്ട്, മാമൽസ് ഉണ്ട്, ഇതൊക്കെ കടന്നിട്ട് അവസാനം കിട്ടുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. അങ്ങനെ മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാലും ഈ ഞാനും പ്രപഞ്ചവും അഥവാ ഞാനും ദൈവവും ഒന്നാണ് എന്നുള്ള അവസ്ഥയിലേക്ക്, ഞാൻ ആ പ്രപഞ്ചത്തിലേക്ക് ഒരു ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എന്നുള്ള രീതിയിൽ ലയിച്ച് ചേരുന്ന, ആ ബ്രഹ്മനുമായിട്ട് ചേർന്ന് ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഞാൻ എന്തിനെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കില്ല. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് ശൂദ്രർക്ക് എത്താനായിട്ട് സാധിക്കില്ല. കാരണം ശൂദ്രജാതി എന്ന് പറയുന്നത് പാപങ്ങൾ ചെയ്തിട്ട് ഒന്നുകിൽ ഉയർന്ന ജാതിയിൽ നിന്നും ശപിക്കപ്പെട്ട് താഴോട്ട് വന്ന ആളുകളാണ്, അഥവാ അവർ ആദ്യമായിട്ട് ഈ പരിണാമത്തിൽ കൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് പല ജീവികൾ പല പല ലെവലിലെത്തി അവസാനം അവർ മനുഷ്യനായി. അങ്ങനെ മനുഷ്യരിൽ ഏറ്റവും താഴ്ന്ന ലെവലെന്ന് പറയുന്നത് ശൂദ്രജാതി എന്നാണ്. ഇനി ജാതി വ്യവസ്ഥയ്ക്ക് പുറത്താക്കപ്പെട്ട ആളുകളുമുണ്ട്, അതിനെ നമ്മൾ ദളിത് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ ശൂദ്രർ, ഈ ശൂദ്രർ എന്ന് പറയുന്നത് ഉയർന്ന 3 ജാതികളെ സേവിക്കുക, ശുശ്രൂഷിക്കുക. അങ്ങനെ ചെയ്താൽ അവരുടെ കുറേ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടും എന്ന് മാത്രമല്ല അവർക്ക് അടുത്ത ജന്മത്തിൽ ഒരു ഉയർന്ന ജാതിയിലേക്ക് ജനിക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ഫ്രെയിം വർക്കിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. അപ്പോൾ
ഞാനും ദൈവം ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കാത്തത് കൊണ്ട്, എല്ലാവരും എത്താത്തത് കൊണ്ട് അതിൻ്റെ കാരണം പറയണമല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മുജ്ജന്മ പാപങ്ങളുണ്ടത്രേ. നമുക്ക് ഈ ജന്മത്തിലുള്ള പാപങ്ങളുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടില്ല. നമ്മുടെ ആത്മാവ് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമ്മുടെ ഒന്നുകിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരണം, നമ്മൾ കർമ്മമില്ലാത്തൊരവസ്ഥയായി തീരണം, അല്ലെങ്കിൽ നമ്മളെ കർമ്മങ്ങൾ വെറും സൽക്കർമ്മങ്ങൾ മാത്രമായി തീരണം. വെറും സൽക്കർമ്മങ്ങളായി തീരുന്ന ആ പ്രക്രിയയിൽ നമ്മൾ ഓരോ ജന്മം ഇങ്ങനെ നല്ല രീതിയിൽ ആനയായിട്ട് ജീവിച്ചിട്ട് പിന്നെ ഞാനൊരു മനുഷ്യനായിട്ട് ജനിക്കുന്നു. ആ നല്ല ആനയുണ്ട്, ചീത്ത ആനയുണ്ട്. ആ നല്ല ആനയായി ജീവിച്ചിട്ട് ഞാൻ പിന്നെ മനുഷ്യനായി ജനിക്കുന്നു, ഞാനൊരു ശൂദ്രനായി ജനിക്കുന്നു. ആ ശൂദ്രൻ പിന്നെ നന്മ ചെയ്യണം. നന്മ ചെയ്തിട്ട് എനിക്ക് എൻ്റെ നന്മ എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന 3 ജാതിക്കാരെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ നന്മ. അങ്ങനെ ഞാൻ അവരെ സേവിച്ച ശേഷം ഞാൻ ആ അടുത്തൊരു ജാതിയിലേക്ക് എനിക്ക് അടുത്ത ജന്മത്തിൽ പ്രമോഷൻ കിട്ടും. പക്ഷേ ഈ ജന്മത്തിൽ വേണമെങ്കിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം അന്വേഷിച്ച് പോകാം. അതിന് ഞാൻ ചെയ്യേണ്ടത് സന്യാസം എടുക്കണം. എന്ന് വെച്ചാൽ സന്യാസി മാത്രമാണ് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത്. അപ്പോൾ എനിക്ക് ബ്രഹ്മജ്ഞാനമാണ് വേണ്ടത്, അതിലേക്ക് ആണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഈ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം മിഥ്യയാണ്, മോഹങ്ങളെല്ലാം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് നന്മ തിന്മ ശരി തെറ്റ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ ധർമ്മം, എൻ്റെ ജാതി പ്രകാരമുള്ള ധർമ്മം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ സന്യാസിയാവുകയാണെങ്കിൽ എൻ്റെ പിന്നെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മനുമായിട്ട് ചേരുക എന്നുള്ളതാണ്. അങ്ങനെ ഞാനൊരു സന്യാസിയായി ഒരു ഭിക്ഷുക്കായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഭിക്ഷയൊക്കെ യാചിച്ച് അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ പോവുകയാണെങ്കിൽ, മുന്നോട്ട് ചെന്നിട്ട് വേണമെങ്കിൽ എനിക്കും, ഞാൻ ശൂദ്ര ജാതിയിൽ ജനിച്ചവനാണെങ്കിലും എനിക്കും മോക്ഷം പ്രാപിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മോക്ഷത്തിൻ്റെ ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അതിൻ്റെ ഗ്യാരണ്ടി ആർക്കും തരാൻ കഴിയില്ല. ഇനി ഈ ശൂദ്രജാതിയിൽ തന്നെ ഞാൻ തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ജാതി പ്രകാരമുള്ള ധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ധർമ്മപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് അടുത്ത പ്രമോഷൻ കിട്ടുന്നത് ഞാനൊരു വൈശ്യനാകും. അത് കഴിഞ്ഞാൽ ഞാനൊരു ക്ഷത്രിയനാകും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അർജുനൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് കൃഷ്ണനോട്, ഞാൻ ഈ ബ്രഹ്മനുമായിട്ട് ചേരാൻ ആഗ്രഹിച്ച് അതിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മുഴുവൻ എൻ്റെ കാസ്റ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ടു യുണൈറ്റ് വിത്ത് ദ ഡിവൈൻ, ദൈവവുമായിട്ട് ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ശ്രീകൃഷ്ണൻ അവന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ജന്മത്തിൽ നീ ഒരു യോഗിയുടെ ഭവനത്തിൽ ജനിക്കും. അപ്പോൾ ഈ യോഗിയുടെ ഭവനം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ്റെ ഭവനം എന്നാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് സമ്പന്നരായ ബ്രാഹ്മണന്മാരുടെ ഭവനം എന്നാണ്. ആ ഒരു അവസ്ഥയിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയെല്ലാം വിട്ടിട്ട്, ഈ ലൗകിക കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയെല്ലാം വിട്ടിട്ട് വെറും ഈ ആധ്യാത്മികം മാത്രം അന്വേഷിച്ച് നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നിനക്ക് ബ്രഹ്മനുമായിട്ട് ചേരാനുള്ള നല്ല ഒരു അവസരം നീ ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിനക്ക് ലഭിക്കാനായിട്ടിടയാകും എന്നാണ് അതിനുള്ള ആൻസർ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ആർക്കും ഗ്യാരണ്ടി ഇല്ല. എനിക്ക് മോക്ഷം കിട്ടും, എനിക്ക് ഈ ബ്രഹ്മനുമായിട്ട് ലയിച്ച് ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ആർക്കും ഇല്ല. അത് മൃഗങ്ങൾക്ക് എന്തായാലും ഇല്ല. മനുഷ്യർക്കാണ് ആ ജ്ഞാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ആ മനുഷ്യരിൽ ഈ താഴ്ന്ന ജാതിക്കാർക്ക് ആർക്കും ഇല്ല. ബ്രാഹ്മണ ജാതിയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എന്നാൽ അതിലും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. എത്രയോ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ ജാതിയുടെ ആ കർമ്മങ്ങൾ പ്രകാരം കറക്റ്റായിട്ട് ജീവിക്കാത്തത് കൊണ്ട് പിന്നെ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ക്ഷത്രിയനും അല്ലെങ്കിൽ അവർ വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരവസ്ഥയോ ഒക്കെ വരാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എന്ന് പറഞ്ഞാൽ ചില സ്വർഗീയ അവസ്ഥകളുണ്ട്. അതൊക്കെ ഈ ബ്രഹ്മനുമായിട്ട് ചേരുന്ന ആ അവസ്ഥയിൽ നിന്നും താഴ്ന്ന അവസ്ഥകളാണ്. ആ അവസ്ഥകളിലേക്കൊക്കെ ഒരു പോവാം. മോക്ഷം എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, എല്ലാവർക്കും ഉള്ള ഒരു സംഗതി അല്ല. അപ്പോൾ ഈ മോക്ഷത്തിൻ്റെ ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് ഈ അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഇനി ബാക്കിയുള്ള പോരായ്മകൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ്
ഈ ഒരു സിസ്റ്റം വിജയിക്കാഞ്ഞത്.